ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഈത്തപ്പഴ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പ് കുരു കളഞ്ഞു വെച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം. ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ നല്ല ഈത്തപ്പഴം തന്നെ എടുക്കുക, എന്നാലേ കേക്ക് നന്നാവുള്ളൂ. ഒരു ബൗളിൽ 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്കത് ബീറ്റ് ചെയ്യുമ്പോൾ ശരിക്ക് അലിഞ്ഞു കിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷമാണ് പൊടിക്കേണ്ടത്, അല്ലാതെ പൊടിച്ച പഞ്ചസാര 1/2 കപ്പല്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത് നല്ല ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ആ ബട്ടറിന്റെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് കളറായിട്ട് വരും, ഒരു വൈറ്റ് ആവാനായിട്ട് തുടങ്ങും. ആ ടൈം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം പതഞ്ഞു വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അതിൽ നിന്ന് തന്നെ കിടന്നിട്ട് അതിങ്ങനെ മാഷ് ആയിക്കോളും. പിന്നെ ചെറിയ ചെറിയ പീസായിട്ട് ഉണ്ടാവും, അത് അങ്ങനെ ഉണ്ടാവണം, എന്നാലാണ് ടേസ്റ്റ്. ഇനി വേറൊരു ബൗളിൽ നമുക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പൊടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം പകുതി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മൈദപ്പൊടി ചേർത്താൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ബീറ്റ് ചെയ്താൽ കേക്ക് ഹാർഡായി പോവും. ഇത് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ശരിക്കും ഫോൾഡ് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്യണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ.
ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഫോൾഡിങ് കേക്കിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഘടകം തന്നെ പറയാം. കാരണം അധികം ആൾക്കാർക്ക് കേക്ക് ഹാർഡായി പോകുന്നത് ഇതിൽ വരുന്നൊരു മിസ്റ്റേക്ക് കൊണ്ടാണ്. ചില ആൾക്കാർ ഡയറക്റ്റ് മൈദ ഇട്ട് കഴിഞ്ഞാൽ ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓവറായിട്ട് ഇട്ട് ഇളക്കും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഹാർഡായി പോകും. അപ്പം കറക്റ്റായിട്ട് തന്നെ ഫോൾഡിങ് ചെയ്യണം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം കേക്ക് വെക്കാനായിട്ട്. എനിക്കിവിടെ ഒരു 30 മിനിറ്റ് കൊണ്ട് കേക്ക് ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല, ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം പാത്രം അനുസരിച്ചിട്ട് ഫ്ലെയിമൊക്കെ അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ കേക്ക് ഏകദേശം ടൈം ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ടൂത്ത് പിക്കോ മറ്റോ എടുത്തിട്ട് സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. അത് ഒന്നും നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കേക്ക് ആയെന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ നോക്കിയിട്ട് കേക്ക് എടുക്കുക. അപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈത്തപ്പഴം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.